നമസ്തേ, സ്വാഗതം. ജനം ടി വി ഒരുക്കുന്ന മെഗാ അത്തപ്പൂക്കള മത്സരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. Co-powered by Idimanikal Gold and Diamonds, Swarnamukhi, VKC Pride, Joy Alucas, UGC Gold Loan, South Indian Bank, in association with SK Hospital, Pothys, SUT Pattam, Chunga Jewellery, Atmiyam Kaugi, Karli Jewelers, Hotel Chitra. Festival partner Ramachandran. Prize sponsors Kannamgandi East Store, Flora Fantasia Amusement Park, Urban Kisan Agri Society, Malabar Hospitals, Kozhikode. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പൊന്നിൻ ചിങ്ങമാസം പിറന്നിരിക്കുകയാണ് ഗൗരി. അതെ, എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണാഘോഷം എന്നത് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു കളർഫുൾ ഇനം അത് പൂക്കളം തന്നെയാണ് അല്ലേ? നമുക്ക് ഗൗരി ഇനി ഔപചാരികമായി തന്നെ ഈ മെഗാ അത്തപ്പൂക്കള മത്സരം 2026 തുടക്കം കുറിക്കാം. നമുക്ക് സ്വാഭാവികമായിട്ടും ഐശ്വര്യപൂർണമായി തന്നെ ഭദ്രദീപം കൊളുത്തി തന്നെയാണ് നമ്മൾ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിനായി വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഒന്ന് വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മലബാർ ഗോൾഡ് ഡയറക്ടർ ശ്രീ നിയാസ് അഹമ്മദ് സർ, ഒപ്പം വൈസ് പ്രസിഡന്റ് ഓപ്പറേഷൻ ശ്രീ ബാബുരാജ് സർ, രണ്ടുപേരെയും ഞങ്ങളുടെ അതിഥികളാണ്. ദയവായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം ജനം ടി വിയുടെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ശ്രീ ആനന്ദ് കൃഷ്ണ, ജനം ടി വിയുടെ ചീഫ് എഡിറ്റർ ശ്രീ പ്രദീപ് പിള്ള അവർകളെയും പ്രതീക്ഷിക്കുന്നു. ഒപ്പം ജനം ടി വിയുടെ ജനറൽ മാനേജർ ശ്രീ സൂരജ് നായർ, സൗത്ത് കേരള മാർക്കറ്റിംഗ് ചീഫ് ശ്രീ ഹരിനാരായണൻ, ഒപ്പം MOTയുടെ മാർക്കറ്റിംഗ് മാനേജർ ശ്രീ അനിൽ എന്നിവരെ കൂടി ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഭദ്രദീപം കൊളുത്തി ആ ചടങ്ങ് ഐശ്വര്യപൂർണമായി തന്നെ ആരംഭിക്കാം. സർ പ്ലീസ്. ഒരു രണ്ട് വാക്ക് സംസാരിക്കാൻ മലബാർ ഗോൾഡ് ഡയറക്ടർ ശ്രീ നിയാസ് അഹമ്മദ് സാറിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ആൻഡ് ഇന്നു മുതൽ നമ്മൾ ഓണത്തിൻ്റെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ എൻ്റെ ഓർമ്മ ശരിയാണ് 2-3 വർഷമായി ജനം ടി വി ആയിട്ട് നമ്മൾ അത്തപ്പൂക്കള മത്സരമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം. താങ്ക് യു ജനം ടി വി ഫോർ അസോസിയേറ്റിംഗ് വിത്ത് MOT. ഇന്ന് മുതൽ നമ്മളെ MOTയുടെ ഓണം സെലിബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ഒരുപാട് സീരീസ് ഓഫ് ഇവൻറ്റ് അടുത്ത ഓഗസ്റ്റ് 30 വരെ ഒരുപാട് ഡിഫറെൻറ്റ് ഇവൻറ്റ്സ് നമ്മളിവിടെ മോളിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മോളിൽ വിസിറ്റ് ചെയ്യുക, ഇവൻറ്റ്സിൻ്റെ ഭാഗമാവാം. പിന്നെ അതുപോലെ ഷോപ്പിംഗ് ഫെസ്റ്റിവലും മറ്റനേകം ഇവൻറ്റുകളും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ ഇന്നത്തെ നമ്മളെ എല്ലാ പാർട്ടിസിപ്പൻസിനും ജനം ടി വി അത്തപ്പൂക്കള മത്സരത്തിൻ്റെ എല്ലാ പാർട്ടിസിപ്പൻസിനും ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ് ആൻഡ് താങ്ക് യു സോ മച്ച്. രണ്ട് വാക്ക് സംസാരിക്കാൻ വൈസ് പ്രസിഡന്റ് ഓപ്പറേഷൻ ശ്രീ ബാബുരാജ് സർ. Wish you all happy Onam in advance. Thank you so much for Janam TV that associating with Mala Travancore. Once again, thank you so much for Janam TV and Associates. Thank you. രണ്ട് വാക്ക് സംസാരിക്കാൻ ജനം ടി വിയുടെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ശ്രീ ആനന്ദ് കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ജനം ടി വി കഴിഞ്ഞ 2 വർഷമായിട്ട് മാൾ ഓഫ് ട്രാവൻകൂറുമായിട്ട് ചേർന്ന് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ജനം ടി വിയുടെ ഓണം സെലിബ്രേഷൻ ഗ്രൗണ്ട് ഇവൻറ്റിലെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ആദ്യം തന്നെ മാൾ ഓഫ് ട്രാവൻകൂറിന് വളരെ നന്ദിയുണ്ട്. പിന്നെ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നല്ലൊരു നാളൊക്കെ ആയിട്ട് ഇന്നലെ അത്തമായിരുന്നു, കർക്കിടകത്തിലായിരുന്നു. ചിങ്ങം ഇന്ന് തുടങ്ങുകയാണ്. നമുക്കിന്ന് ചിങ്ങത്തിൻ്റെ അത്തം ഇന്ന് മുതൽ ആരംഭിച്ച് ഐശ്വര്യത്തിന് നല്ല നാളേക്ക് പോവാം. എല്ലാവർക്കും ഓണാശംസകൾ. രണ്ട് വാക്ക് ആശംസകൾ അർപ്പിക്കാനായി ജനം ടി വിയുടെ ബ്യൂറോസിൻ്റെ ചാർജ് ഉള്ള ഞങ്ങളുടെ വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ ശ്രീ R രാജീവ്, പ്ലീസ് കം. നമസ്തേ. ജനം ടി വിയുടെ ഓണാഘോഷങ്ങൾക്ക് കൂടി ഇവിടെ തുടക്കമാവുകയാണ്. ഏതായാലും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ജനം ടി വിയുടെ പേരിലും എൻ്റെ പേരിലും വ്യക്തിപരമായി ആശംസകൾ നേരുന്നു.
താങ്ക് യു രാജീവേട്ടാ, താങ്ക് യു സോ മച്ച്. എല്ലാ അതിഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി. സ്വാഭാവികമായിട്ട് ഒരു മത്സരമാകുമ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്നാണ് നമുക്ക് ആദ്യം ഒന്ന് പറയാം അല്ലേ. അതിനുശേഷമാണ് നിങ്ങളെ കാത്തിരിക്കുന്ന ആ സമ്മാനം എന്താണ് എന്ന് ഗൗരി വിശദമായി പറയും. അപ്പോൾ കണ്ടീഷൻസ്, ആ നിബന്ധനകൾ ഞാൻ പറയാം. ഒന്ന്, നമുക്ക് ഈ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് തന്നെ നമ്മൾ പൂക്കളം ഇടണം. 5 അടിയാണ് പരമാവധി നമ്മളുടെ ഡയമീറ്റർ. അപ്പോൾ അതിനുള്ളിൽ തന്നെ ക്രമീകരിച്ചുകൊണ്ട് നിങ്ങൾ ഇടണം. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്വാളിഫൈ ആവില്ല. രണ്ടാമത്തേത്, സ്വാഭാവികമായിട്ടും പൂക്കൾ, പ്രകൃതിദത്തമായ ഇലകൾ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ദയവായി ആർട്ടിഫിഷ്യൽ, കൃത്രിമമായിട്ടുള്ള ഒന്നും കളറുകളോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടും. 3, 7 പേരാണ് ഒരു ടീമിൽ പരമാവധി വേണ്ടത്. ഇപ്പം നമ്മളെ ടീമിൽ ചിലപ്പോൾ 4, 3, 2 എത്ര പേരെ ആവാം. പക്ഷേ പരമാവധി മാക്സിമം 7 പേരേ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി തന്നെ അഭ്യർത്ഥിക്കുകയാണ്. 3 മണിക്കൂറാണ് സമയം. നമ്മൾ തുടക്കം പൂക്കളിടാൻ ഇവിടെ നിർദ്ദേശം നൽകി അതിന് ആരംഭിക്കാൻ തുടങ്ങിയ ആ സമയം മുതൽ 3 മണിക്കൂർ കറക്റ്റാണ്. അതിനുശേഷം നമുക്ക് പൂർത്തിയാക്കേണ്ടതാണ്. 3 മണിക്കൂറിനുള്ളിൽ എല്ലാ പ്രവൃത്തികളും കഴിഞ്ഞ് ഭംഗിയായി തന്നെ നിങ്ങളുടെ പൂക്കൾ ഇടേണ്ടതാണ് എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായുള്ള നിബന്ധനകൾ. ഇനി എന്താണ് നിങ്ങളെ കാത്തിരിക്കുന്ന ആ സമ്മാനം, അത് ഗൗരി പറയും. അപ്പോൾ കാത്തിരിക്കുന്ന സമ്മാനം വേറെ ഒന്നുമല്ല. 1-ാം സമ്മാനം 25,000 രൂപയും 2-ാം സമ്മാനം 15,000 രൂപയും 3-ാം സമ്മാനം 10,000 രൂപയും 4-ാം സമ്മാനം 5,000 രൂപയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നിബന്ധനകൾ എല്ലാം പാലിച്ചുകൊണ്ട് വിജയികളെ നമ്മൾ നോക്കി നിൽക്കുകയാണ്. ആരാണ് ഇപ്രാവശ്യത്തെ 1-ാം സമ്മാനവും 2-ാം സമ്മാനവും 3-ാം സമ്മാനവും 4-ാം സമ്മാനവും കരസ്ഥമാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. അതെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. വാശിയേറിയ മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെ കാത്തിരിക്കുന്ന സമ്മാന തുകയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ആ വിജയിയെ കാത്തിരിക്കാൻ പോകുന്ന വളരെ നിർണായകമായ നിമിഷങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇനി നമുക്ക് തുടങ്ങാം അല്ലേ? ഇനി അധികം സമയം ഇല്ല. സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് മത്സരത്തിലോട്ട് കടക്കാം. അപ്പൊ പേര് പറഞ്ഞു തുടങ്ങിയാലോ? ആരെ പരിചയപ്പെടുത്തുന്നത്? ഞാൻ അഭിജിത്ത്. ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സാണ്. 2 അമ്മാവന്മാർ, അമ്മായിമാർ, കസിൻസ്, എല്ലാവരും ഫാമിലി. അനഘ, ജിഷ, സജിത്ത്, ശ്രീകല, സുർജിത്ത്, ധന്യ. നിങ്ങൾ ഇതിനു മുന്നേ കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ടോ? ഞങ്ങളൊരു 20 വർഷമായിട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രൊഫഷണൽ കോമ്പറ്റീറ്റേഴ്സ് ആണ്. 24 വർഷമായിട്ട് മത്സരങ്ങൾക്കുണ്ട്. ട്രിവാൻഡ്രത്താണ് ഇവിടെ. അങ്ങനെ ഒരുപാട് ഈ സീസൺ ആകുമ്പോൾ മത്സരത്തിന് പോകാറുണ്ട്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് സനൽകുമാർ എന്നാണ്. ചേട്ടൻ എവിടുന്നാ വരുന്നത്? ഞാനിവിടെ ട്രിവാൻഡ്രം തൃക്കണ്ണാപുരത്ത് നിന്നാണ്. എങ്ങനെയാ, ഫ്രണ്ട്സ് ആണോ അതോ ഒരുമിച്ച്? ക്ലബ്ബാണ്. അവിടുത്തെ ഒരു ടീമാണ്. ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് അടിക്കാനുള്ള എക്സ്പെക്ടേഷൻ തന്നെയാണോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് ടീമുണ്ടല്ലോ, നല്ലതായിട്ട് ചെയ്യുന്ന അവർക്ക് കിട്ടും. പൂക്കൾ കൊണ്ടുള്ളൊരു സദ്യയാണ് ഇവിടെ ഒരുക്കുന്നത്. അതെ, പൂക്കൾ കൊണ്ടൊരു ഓണസദ്യ നിർമ്മിക്കുമ്പോൾ ഇത് നമ്മുടെ ചൊറിയണത്തിൻ്റെ പൂവാണ്, പച്ച കളറ്. നമ്മുടെ ചൊറിയണത്തിൻ്റെ പൂവാണ്. അത് ഞങ്ങൾ ഇന്നലെ ഒരുപാട് സമയം നിന്ന് ചൊറിച്ചിലൊക്കെ സഹിച്ച് പിച്ച് കൂട്ടിയ സാധനമാണ്. പൂക്കളെല്ലാം കയ്യിലുണ്ട്. ഈ അത്തപ്പൂക്കളത്തിന് പിന്നിൽ ഒരു ഭയങ്കര അധ്വാനമുണ്ട്. കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ മാത്രമേ ഇടൂ. വീട്ടിൽ അങ്ങനെയൊന്നും ഇടത്തൊന്നും ഇല്ല. സ്കൂളിൽ കോമ്പറ്റീഷനൊക്കെ ഇടും, അല്ലാതെ വീട്ടിൽ പണ്ടത്തെ പോലെ ഇടത്തൊന്നും ഇല്ലല്ലോ. പറയുന്നത് കേട്ടിട്ടുള്ളൂ. ഡിസൈൻസ് ഒക്കെ വരച്ചതാരാ? എല്ലാവരും കൂടെ ഒരുമിച്ച് നേരത്തെ പ്ലാൻ ചെയ്തു ഡിസൈൻസ് ഒക്കെ.
വളരെ മനോഹരമായ ആവേശകരമായ പൂക്കള മത്സരം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ എല്ലാ ടീമുകളും മനോഹരമായ പൂക്കളങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ജഡ്ജ്മെന്റ് സമയമാണ് അല്ലേ? പ്രഗത്ഭരായ 3 ജഡ്ജസിനെയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പ്രശസ്ത കവി, ഒപ്പം മനോഹരമായി പുതിയ തലമുറയോട് സംവദിക്കുന്ന ശ്രീ ഗിരീഷ് പുലിയൂർ അവർകളാണ്. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. മറ്റൊരു പ്രധാനപ്പെട്ട ജഡ്ജ് സുരേഷ് കൊളാഷാണ്. അദ്ദേഹം 90കളുടെ തുടക്കം തൊട്ട് ചിത്രകലാ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു അതുല്യ പ്രതിഭയാണ്. മ്യൂറൽ പെയിൻറ്റിങ്ങിൽ അറിയപ്പെടുന്ന ഒരു കലാകാരൻ കൂടിയാണ് ശ്രീ സുരേഷ് കൊളാഷ്. അദ്ദേഹത്തെയും ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് ജഡ്ജ്മെൻറ്റിനായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. മറ്റൊരു പ്രധാനപ്പെട്ട ജഡ്ജിംഗ് പാനലിലുള്ള വ്യക്തി ശ്രീ പ്രഹ്ലാദ് എസ് കുമാറാണ്. ഓഡിയോ എഞ്ചിനീയർ, സംഗീത സംവിധായകൻ, സിനിമാ പിന്നണി ഗാനരംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകൂടിയാണ് ശ്രീ പ്രഹ്ലാദ് എസ് കുമാർ. 3 വിശിഷ്ട വ്യക്തികളെയും അതുല്യ പ്രതിഭകളെയും ജഡ്ജ്മെൻറ്റിനായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു. മൈജി മെഗാ അത്തപ്പൂ മത്സരം 2026 ആരാണ് ആ വിജയ്? സർ പ്ലീസ്. 5 പൂക്കളങ്ങൾക്ക് പിന്നിലും പ്രവർത്തിച്ച കരങ്ങളെ ഞങ്ങൾ ആത്മാർത്ഥമായി അനുമോദിച്ചുകൊണ്ട് തന്നെ സാങ്കേതികമായി നമ്മൾ ഫലപ്രഖ്യാപനം നടത്തിയേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഇമ്പം തോന്നിയ പൂക്കളങ്ങളെ ഞങ്ങൾ 3 പേരുടെയും മാർക്കനുസരിച്ച് പ്രഖ്യാപിക്കുകയാണ്. 1ാം സ്ഥാനം, ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു സീരിയൽ നമ്പർ 5. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു സീരിയൽ നമ്പർ 4. തേർഡ് പ്രൈസ് ഗോസ് ടു സീരിയൽ നമ്പർ 1. ഫോർത്ത് പ്രൈസ് ഗോസ് ടു സീരിയൽ നമ്പർ 3. ആൻഡ് ഫിഫ്ത്ത് പ്രൈസ് ഗോസ് ടു സീരിയൽ നമ്പർ 2. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ചില സാങ്കേതിക കാര്യങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ വിലയിരുത്തൽ നടത്തിയിട്ടുള്ളത്. ഇനിയും അടുത്ത വർഷം ഇതുപോലെ വളരെ സന്തോഷത്തോടുകൂടി ആത്മാർത്ഥമായി പങ്കെടുക്കണം. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. യെസ്, ഇനി നമ്മൾ വിജയികൾക്കുള്ള പുരസ്കാര സമർപ്പണമാണ്. മൈജി മെഗാ അത്തപ്പൂ മത്സരം 2026 ആദ്യ ഘട്ടം തിരുവനന്തപുരം മാൾ ഓഫ് ട്രാവൻകൂറിൽ നടന്ന ആവേശോജ്വലമായ പൂക്കള മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് സീരിയൽ നമ്പർ 5. കൺഗ്രാറ്റുലേഷൻസ്. പുരസ്കാരം 25,000 രൂപ ഫസ്റ്റ് പ്രൈസ്. ഈ പുരസ്കാരം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കണ്ണങ്കണ്ടി ഇ സ്റ്റോറാണ്. പുരസ്കാരം വിതരണം ചെയ്യാനായി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കിഷോർ ഏട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം ജനം ടിവിയുടെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ശ്രീ ആനന്ദ് കൃഷ്ണയെയും ഈ വേദിയിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം വിജയികളായ 1ാം സ്ഥാനക്കാരെയും ഈ പുരസ്കാരം ഏറ്റുവാങ്ങാനായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സീരിയൽ നമ്പർ 5, പ്ലീസ് കം. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് സീരിയൽ നമ്പർ 4. 15,000 രൂപ സമ്മാനമാണ്. ഈ സമ്മാനം ക്യാഷ് അവാർഡ് വിതരണം ചെയ്യാനായി ഫ്ലോറ ഫെന്റാസിയ അമ്യൂസ്മെന്റ് പാർക്ക് ചെയർമാൻ ശ്രീ കെ വിജയമോഹൻ അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ടീമിനെയും വളരെ അഭിമാനത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയത് സീരിയൽ നമ്പർ 1. സമ്മാനം സമർപ്പിക്കുന്നത് അർബൻ കിസാൻ അഗ്രി MSC സൊസൈറ്റി ലിമിറ്റഡ്
മനോജ് മഡോണ നാഷണൽ കോർഡിനേറ്റർ, ശ്രീ മോഹൻ ചിത്രകൂടം സ്റ്റേറ്റ് കോർഡിനേറ്റർ. രണ്ടുപേരെയും വിശിഷ്ടാതിഥികളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മൂന്നാം സമ്മാനം സമർപ്പിക്കാൻ വേണ്ടി തേർഡ് പ്രൈസ് വിന്നേഴ്സിന് പ്രത്യേക ഉപകാരം നൽകാനായി ആൽഫ ഹീൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് മാനേജർ ലക്ഷ്മി മാമിനെ സ്വാഗതം ചെയ്യുന്നു. നാലാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സീരിയൽ നമ്പർ 3. സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മലബാർ ഹോസ്പിറ്റൽ കോഴിക്കോട്. പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഗംഭീരമായി തന്നെ മാറ്റുരച്ച ഒരു ടീം കൂടിയുണ്ട്. ജനം ടിവിയുടെ ഒരു ഹൃദയം നിറഞ്ഞ ഒരു പ്രോത്സാഹന സമ്മാനം കൂടി ആ ടീമിന് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. സീരിയൽ നമ്പർ 2, പ്ലീസ് കം ടു സ്റ്റേജ്.